ഇപ്പോൾ സമയം ഏതാണ്ട് അർദ്ധരാത്രി 12 മണിയാവാറായി. ഞാനിപ്പോൾ ഒരു കൊടുങ്കാടിന് നടുവിലൂടെ ഒരു ശ്മശാനത്തിലേക്ക് പോകുന്നു. പുലിയും ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഭയങ്കര പേടിപ്പെടുത്തുന്നൊരു സ്ഥലമാണ്. രാത്രി ആ വഴിയൊന്നും ആ റോഡിലൂടെ ആരും പോകാറില്ല. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. ഈ റോഡ് ചെന്നെത്തുന്നത് ഒരു ശ്മശാനത്തിലേക്കാണ്. ഭയങ്കരം പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ചുറ്റിലും കൊടുങ്കാടാണ്. വഴിയരികെ ആരെയും കാണാൻ സാധ്യതയില്ല. പകൽ സമയങ്ങളിൽ പോലും ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ പേടിയാണ് എല്ലാവർക്കും. പകൽ സമയത്തായാലും രാത്രി സമയത്തായാലും ഈ റോഡിൽ ആരെയും കാണില്ല. അത്രയ്ക്ക് ഭയാനകമായ അന്തരീക്ഷമാണ് ഇവിടെ. പ്രേതങ്ങൾ വിഹരിക്കുന്ന ഒരു കാടാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. പ്രേതങ്ങളെ മാത്രമല്ല, ഇവിടുത്തെ വന്യമൃഗങ്ങളെയും ഭയക്കണം. പുലിയൊക്കെ ഇറങ്ങുന്ന കാടും കൂടിയാണിത്. ഈ കൊടുങ്കാടിനുള്ളിൽ വന്യജീവികൾ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മളെ രക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ഇവിടേക്ക് പെട്ടെന്ന് ആർക്കും എത്തിച്ചേരാനും പ്രയാസമാണ്. ഈ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയില്ല, കാരണം ഈ വീഡിയോ കണ്ട് ഇവിടേക്ക് വന്നാൽ അപകടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മണിക്കൂറുകളോളം ഈ കാട്ടിലൂടെ സഞ്ചരിക്കണം. അത്രയ്ക്ക് വലുതാണ് ഈ കാട്. ചെറിയൊരു ഭയത്തോടു കൂടിയും ആകാംക്ഷയോടു കൂടിയുമാണ് ഈ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്നത്. മുന്നിലൊരു പുലിയോ അല്ലെങ്കിൽ ഒരു വന്യജീവി വന്ന് പെട്ടാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഒരു വെളുത്ത മനുഷ്യരൂപത്തെ കണ്ടാലോ? അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആശങ്കകൾ എൻ്റെ മനസ്സിലുണ്ട്. എന്തൊക്കെയായാലും കാടിന് നടുവിലൂടെയുള്ള ഈ നൈറ്റ് ഡ്രൈവിംഗ് അടിപൊളിയാണ്. ഒരുപാട് സമയത്തെ കാട്ടിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം ഞാൻ ശ്മശാനത്തിലേക്ക് എത്തി. ഈ വലതുവശത്ത് കാണുന്നതാണ് ശ്മശാനം. ശ്മശാനത്തിന്റെ ഭാഗത്തൊക്കെ കൂരാകൂരി ഇരുട്ടാണ്. ഈ സമയത്ത് കാറ് കംപ്ലൈന്റ് ആയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഒരു വെളുത്ത രൂപം. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ വണ്ടി കത്തിച്ചു വിട്ടു. ഇപ്പോൾ വീടുകളൊക്കെ ഉള്ള സ്ഥലത്തെത്തി. ലൈറ്റൊക്കെ കാണാനുണ്ട്. ഒരുപാട് സമയം ഈ കാട്ടിലൂടെ ഡ്രൈവ് ചെയ്തു, എന്നിട്ടൊരു മൃഗത്തെ പോലും കാണാൻ സാധിച്ചില്ല. അവസാനം കണ്ടത് ഒരു ആമയാണ്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റു വീഡിയോ കാണാം.